പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്താണ് സെല്ലെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു സെല്ലിൻ്റെ ഡിസ്കവറിയുടെ പിന്നിലുള്ള അല്ലെങ്കിൽ സെല്ലിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പഠിച്ചു. മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചു, മൈക്രോസ്കോപ്പിൻ്റെ പാർട്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു പ്ലാന്റിൻ്റെ സെക്ഷൻ എങ്ങനെ ഒബ്സർവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു 8 സ്റ്റെപ്പിലൂടെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഓക്കെ, ഇന്നെടുക്കാൻ പോകുന്നത് ആ ഒരു ചാപ്റ്ററിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളായ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല് പോലെ ആ ഒരു ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽ എന്താണെന്ന് എനിക്കറിയാം. ഒന്നുകൂടി സെൽ എന്താണെന്ന് ഓർമ്മിച്ച് നോക്കുക. വാട്ട് ഈസ് സെൽ? സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ സെൽ അല്ലെങ്കിൽ കോശം എന്ന് വിളിക്കുക. ഓക്കെ, ഈ കോശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോശ സിദ്ധാന്തമാണ്, എന്ന് പറഞ്ഞാൽ സെൽ തിയറിയാണ്. നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലാന്റ് ബോഡി നിർമ്മിച്ചത് സെല്ലിനെ കൊണ്ടാണ് എന്ന് തെളിയിച്ച സയൻറ്റിസ്റ്റ് ആയിരുന്നു MJ ഷ്ലീഡർ. ആനിമൽസിൻ്റെ ബോഡി നിർമ്മിച്ചതും സെല്ലിനെ കൊണ്ടാണെന്ന് കണ്ടെത്തിയത് തിയോഡർ. ഇവർ രണ്ടുപേരും ചേർന്ന് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന തിയറിയാണ് സെൽ തിയറി. ഇറ്റ് ഈസ് ഫോമുലേറ്റഡ് ബൈ MJ ഷ്ലീഡർ ആൻഡ് തിയോഡർ. ക്ലിയർ? ഓക്കെ, വാട്ട് ആർ ദ മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് സെൽ തിയറി? പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് സെൽ തിയറിയുടെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ? സെൽ തിയറിയിൽ അവർ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ഓർമ്മിക്കുക, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ്. ആൻഡ് സെക്കൻഡ്, ദ ബോഡി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. ഓർമ്മിക്കുക, ഈ 2 കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരങ്ങൾ കോശനിർമ്മിതമാണ്. എല്ലാ ജീവികളുടെയും ജീവശാസ്ത്രവും ശരീരധർമ്മശാസ്ത്രവുമായ ഏറ്റവും അടിസ്ഥാന ഘടകത്തെയാണ് കോശം എന്ന് വിളിക്കുക. ഇതാണ് സെൽ തിയറിയുടെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ. ഇപ്പോൾ പഠിച്ചോളാം. ദാറ്റ് ഈസ് ദ സെൽ തിയറി പ്രൊപ്പോസ്ഡ് ബൈ MJ ഷ്ലീഡർ ആൻഡ് തിയോഡർ. ക്ലിയർ? ഇനി നമ്മൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ, എന്താണ് ഒരു കോശത്തിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ളതാണ്. ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ ബോഡിയിൽ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സെല്ലിനകത്ത് വെച്ചാണ്. എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് പിന്നിലും സെല്ലുകളാണ്. സെല്ലിനകത്തുള്ള ഒരുപാട് സെൽ ഓർഗനൽസിനാണ് വിവിധ പ്രവർത്തനങ്ങൾ നടക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഒരുപാട് സെൽ ഓർഗനൽസ് പഠിക്കാനുണ്ട്, സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഒരു സെല്ലിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു ചിത്രീകരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ചിത്രീകരണം ശ്രദ്ധിക്കുക. ഈ ഒരു ചിത്രീകരണത്തിൽ നിങ്ങൾക്ക് കാണാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ, എന്താണ് ഒരു സെല്ലിൻ്റെ ധർമ്മങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു ചിത്രീകരണത്തിൽ കാണാം 3 ധർമ്മങ്ങളാണ്, 3 ഫങ്ഷനാണ് ഒരു സെല്ലിന്. ഒന്ന്, റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അന്യവസ്തുക്കൾ, ഒരു സെല്ലിനകത്ത് കയറുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക. ഓക്കെ. രണ്ടാമത്, സിന്തസിസ് ബയോമോളിക്യൂൾസ്, ഒരുപാട് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തത്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, പോഷകങ്ങളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. ഓർമ്മിക്കുക, ഇതാണ് ഒരു സെല്ലിൻ്റെ കോമൺ ആയിട്ടുള്ള 3 ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യത്യസ്ത സെൽ ഓർഗനൽസും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 2 സെല്ലുകളെ കുറിച്ചാണ്. അതിലാദ്യം പഠിക്കുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ് സെല്ലും ആ പ്ലാന്റ് സെല്ലിൻ്റെ സെൽ ഓർഗനൽസും പഠിക്കും. അടുത്ത ക്ലാസ്സിൽ ആനിമൽ സെല്ലും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കും. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ. ഒരു പ്ലാന്റ് സെല്ലിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് നോക്കാം. പ്രധാനപ്പെട്ട ഒരു സെല്ലിൻ്റെ ഭാഗങ്ങൾ, പ്ലാന്റ് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. 1 സെൽ വോള്, 2 സെൽ മെംബ്രെയിൻ, 3 പ്രോട്ടോപ്ലാസം. ഓർമ്മിക്കണേ, സെൽ വോൾ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ, പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് കാണുന്ന നല്ല തിക്കായിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ഓരോ പ്ലാന്റ് സെല്ലും കവർ ചെയ്തിരിക്കുന്ന ഒരു തിക്കായിട്ടുള്ള ഒരു കവറിങ്ങിനെയാണ് നമ്മൾ സെൽ വോൾ എന്ന് വിളിക്കുക. സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദ ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് പ്ലാന്റ് സെൽ, ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ആ ഭിത്തി, അതാണ് കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി
ഈ സെൽ വോൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോശഭിത്തി കഴിഞ്ഞാൽ അതിന് തൊട്ടുള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെയർ ഉണ്ട്. നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് കേട്ടിട്ടുണ്ടാകും. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദ സെക്കൻഡ് ലെയർ ഓഫ് പ്ലാന്റ് സെൽ, അത് ഈ പറയുന്ന കോശഭിത്തിയുടെ തൊട്ടുള്ളിലായിട്ട് കാണുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേര് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്നാണ്. ഓർമ്മിക്കണേ, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. അതുപോലെ തന്നെ സെൽ വോളിനെ മറ്റ് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് കോശഭിത്തി. മിക്കവാറും സെൽ ഓർഗനൽസ് ഒക്കെ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ചിലതിന് മലയാളം വാക്കുകൾ പരിചയപ്പെടാം. സെൽ വോളിനെ കോശഭിത്തി എന്ന് വിളിക്കും, അതുപോലെ സെൽ മെംബ്രെയിൻ കോശസ്തരം എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ രണ്ടാമത്തെ ഭാഗം. അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിങ്, പ്രൊട്ടക്ഷനൊക്കെ സഹായിക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന സെൽ വോള്. പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ടുള്ളിലുള്ള ഒരു ലെയർ. ഈ രണ്ട് ലെയറിൻ്റെ പേര് ഒന്ന് പഠിച്ചോളാം. ഓർമ്മിക്കണേ, സെൽ വോള്, സെൽ മെംബ്രെയിൻ. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത്, ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് കാണാം. വളരെ വൈവിധ്യങ്ങളായിരിക്കുന്ന ഒരുപാട് സെൽ ഓർഗനൽസ് ഒക്കെ നമുക്ക് അതിനകത്ത് കാണാം. ഒരു സെല്ലിനകത്തൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിരിക്കുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ഒരു സെല്ലിനകത്തുള്ള ആ ഒരു മൊത്തം നോക്കിയേ, സെൽ മെംബ്രെയിൻ ഈ വൈറ്റിൽ വരച്ചിരിക്കുന്നതാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഈ മുഴുവൻ ഏരിയ, ഓൾ പാർട്സ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോട്ടോപ്ലാസം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, 2 മാർക്കിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം? പ്രോട്ടോപ്ലാസത്തിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് ജീവദ്രവ്യം എന്നാണ്. ജീവദ്രവ്യം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ വൈറ്റിൽ വരച്ചിരിക്കുന്ന ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡായിട്ട് കാണുന്ന ഭാഗമുണ്ട്, ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനൊക്കെ ചേർത്ത് ഒരൊറ്റ വാക്ക് വിളിക്കുന്നതാണ് പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം. റെഡി? അപ്പോൾ ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട 3 ഏരിയകൾ. ഓർമ്മിക്കുക, സെൽ വോള്, സെൽ മെംബ്രെയിൻ, പ്രോട്ടോപ്ലാസം. ക്ലിയർ? റെഡി? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പ്രോട്ടോപ്ലാസവും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ഒരു പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട 2 ഏരിയകൾ ഉണ്ടാവും. ഒന്ന് പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്ന, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദി സെൻറ്റർ ഓഫ് സെൽ ആൻഡ് ഹി നെയിംഡ് ആസ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്ന കോശത്തിനകത്തുള്ള മർമ്മം, ഓർമ്മിക്കുക, മർമ്മം എന്ന് വിളിക്കുന്ന ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, പിന്നെ ബാക്കി അതിനകത്തുള്ള കംപ്ലീറ്റ് ഫ്ലൂയിഡ് പാർട്ടുമാണ്. ഇതാണ് അതിൻ്റെ ന്യൂക്ലിയസ്. ഇത് കൂടാതെ അതിനകത്ത് കാണുന്ന കംപ്ലീറ്റ് ഫ്ലൂയിഡ് പാർട്ടാണ്. ക്ലിയർ? അപ്പോൾ ഈ ന്യൂക്ലിയസും പിന്നെ ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള മറ്റു ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. ഒരുപാട് ഫ്ലൂയിഡ് ഫിൽഡായ ഒരുപാട് ഫ്ലൂയിഡുകൾ, എൻസൈമുകൾ, അതുപോലെ ഒരുപാട് സെൽ ഓർഗനൽസ്, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് സൈറ്റോപ്ലാസം. ഇപ്പോൾ സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, സൈറ്റോപ്ലാസത്തിന് മലയാളത്തിൽ കോശദ്രവ്യം എന്നാണ് വിളിക്കുക. ഓർമ്മിക്കണേ. അപ്പോൾ എന്താണ് ജീവദ്രവ്യവും കോശദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഇംഗ്ലീഷിൽ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം? ഇപ്പോൾ പ്രോട്ടോപ്ലാസം പറഞ്ഞു, ഓൾ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദി സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോട്ടോപ്ലാസം. റെഡി? ഇനി എന്താണ് സൈറ്റോപ്ലാസം എന്ന് ചോദിച്ചാൽ, ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഒഴിച്ചുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗങ്ങളെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. റെഡിയല്ലേ? ന്യൂക്ലിയസ് ഒഴിച്ചുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഭാഗങ്ങളെ നമ്മൾ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് വിളിക്കും. ഇല്ല, കോശദ്രവ്യത്തിൻ്റെ പ്രത്യേകത ഒരുപാട് സെൽ ഓർഗനൽസ് കാണുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഒരു പ്ലാന്റിൻ്റെ, ഒരു സെല്ലിൻ്റെ ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് മുഴുവൻ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സെൽ ഓർഗനൽസ് ആണ്. ഈ സെൽ ഓർഗനൽസിൻ്റെ ഒരുപാട് വർക്കിങ്ങും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ വാട്ട് ആർ ദ സെൽ ഓർഗനൽസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് എന്ന് ചോദിച്ചാൽ പറയേണ്ട സെൽ ഓർഗനൽസിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 6 സെൽ ഓർഗനൽസിൻ്റെ പേരും ഇതിൻ്റെ ഫങ്ഷൻസാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഓർമ്മിക്കുക, ഒന്ന് മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ ER എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ. പിന്നെ റൈബോസോം, 4 വാക്യൂൾ, 5 ഗോൾഗി കോംപ്ലക്സ്, 6 ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ വേറെ രീതിയിൽ പഠിക്കണം. മലയാളത്തിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത കണം എന്നാണ് വിളിക്കുക. ബാക്കിയൊക്കെ പേരുകൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ മലയാളം മീഡിയം വാക്കുകൾ ഉപയോഗിക്കുന്നത്, മലയാളം മീഡിയം ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ പേര് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, വാക്യൂള്, ഗോൾഗി കോംപ്ലക്സ്, ക്ലോറോപ്ലാസ്റ്റ്. ഇതാണ് ഇതിനകത്ത് കാണുന്ന മുഴുവൻ സ്ട്രക്ചേഴ്സ്. ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. ന്യൂക്ലിയസിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ബാക്കി ഈ പറയുന്ന സെൽ ഓർഗനൽസിൻ്റെ പേരുകളും ഫങ്ഷൻസുമാണ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് സെൽ ഓർഗനൽസ് മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നല്ല എനർജി വേണം. നമുക്ക് എനർജി നമ്മുടെ ബോഡിയിൽ
ബോഡിയിൽ ഉണ്ടാക്കണമെങ്കിൽ, നമ്മൾ ഓരോ സെല്ലിനകത്തും എനർജി ഉണ്ടാക്കണമെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ തന്നെ റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ് എന്നുള്ള പറയുന്ന, അല്ലെങ്കിൽ ഒരു പോഷകങ്ങളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എങ്കിൽ, ആ ഫംഗ്ഷൻ നടത്തുന്ന സെൽ ഓർഗനൽ ദ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയയാണ് ഒരു കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മവും അല്ലെ, ഒരു പവർ ഹൗസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പവർ പ്രൊഡ്യൂസ് ചെയ്യുക, പവർ സ്റ്റോർ ചെയ്യുക, പവർ സപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദി സെൽ. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് സ്റ്റോറേജ് ഓഫ് ATP ഓർ എനർജി. ഓർമ്മിക്കണം, എനർജി പ്രൊഡക്ഷൻ ആൻഡ് എനർജി സപ്ലൈ, ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൈറ്റോകോൺട്രിയ. ഇനി രണ്ടാമത്തെ ഒരു സെൽ ഓർഗനൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു സെല്ലിനകത്ത് ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്ന ഒരു പാസേജാണ്, ഒരു കനാലാണ്. ഒരുപാട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഈ പറയുന്ന സ്ട്രക്ചർ, നേരത്തെ നമ്മൾ പറഞ്ഞ മൈറ്റോകോൺട്രിയോണാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ചുരുണ്ട് കിടക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇറ്റ് ഈസ് ദ പാസേജ് ഇൻ ദ സെൽ. ഇറ്റ് ഹെൽപ്സ് ടു ദി കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ. ഒരു സെല്ലിനകത്ത് കൂടെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ഒരു സെല്ലിൻ്റെ പാസേജ് എന്നറിയപ്പെടുന്ന ഒരു സെല്ലിനകത്തുള്ള, ഒരു കോശത്തിനകത്തുള്ള സഞ്ചാര പാതയാണ് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓർമ്മിക്കണേ. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിങ്ങനെ സെല്ലിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ഇറ്റ് പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി സെൽ. ഒരു സെല്ലിന് നല്ല ദൃഢത കൊടുക്കുക, നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ രണ്ട് ഫംഗ്ഷൻ പഠിക്കുക. ഒന്ന്, ഇറ്റ് ഈസ് ദ പാസേജ് ഇൻ ദ സെൽ, ദാറ്റ് മീൻസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ആൻഡ് ഓൾസോ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ഓർ ഫേംനെസ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സെൽ ഓർഗനലായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റെഡി. ഇനി മൂന്നാമത്തെ സെൽ ഓർഗനലാണ്. മൂന്നാമത്തെ സെൽ ഓർഗനൽസിനെ നമ്മൾ റൈബോസോംസ് എന്നാണ് വിളിക്കുക. റൈബോസോം എന്ന് പറയുന്നത് ഒരു സെല്ലിനകത്ത് വളരെ തരിതരി പോലെ കാണുന്ന ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഒരുപാട് റൈബോസോംസ് ഒരു സെല്ലിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു സെല്ലിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ്. ആ ബയോമോളിക്യൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോമോളിക്യൂളാണ് പ്രോട്ടീൻസ്, അതായത് മാംസ്യം. ഈ മാംസ്യം എന്ന് പറയുന്ന പ്രോട്ടീൻ നിർമ്മിക്കുക എന്നുള്ളതാണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ തന്നെ. റൈബോസോം ഇസ് ദ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഓർമ്മിക്കണേ, നമ്മുടെ ഒരു സെല്ലിന് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സ്ട്രക്ചറാണ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ്റെ നിർമ്മാണം മാംസ്യ നിർമ്മാണം, അതായത് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന സെൽ ഓർഗനലാണ് റൈബോസോം. ക്ലിയർ? റെഡി. ഇപ്പോൾ ഈ മൂന്ന് സെൽ ഓർഗനൽസിൻ്റെ ഫംഗ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത സെൽ ഓർഗനിലേക്ക് പോകാം. സെൽ ഓർഗനൽ വാക്യൂളാണ്. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും വലിയ ഏരിയ ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ, ലാർജ് സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം വാക്യൂളാണ്. ഒരു പ്ലാന്റ് സെല്ലിൽ ഏറ്റവും മെജോറിറ്റി ഏരിയയും വാക്യൂളായിരിക്കും. ദ ലാർജ് വാക്യൂൾ ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ. അത് ആനിമൽ സെൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പഠിക്കാനുള്ളൊരു സാധനം കൂടിയാണ്. ക്ലിയർ? അപ്പോൾ വാക്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, വാക്യൂളിനെ മലയാളത്തിൽ ഫാനം എന്നാണ് വിളിക്കുക. ആ പേര് കൂടി ഓർമ്മിക്കുക. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു പ്ലാന്റ് സെല്ലിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു, പ്ലാന്റ് സെല്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സെൽ ഓർഗനലാണ് വാക്യൂൾ എന്ന് പറയുന്ന, മലയാളത്തിൽ നമ്മൾ ഫാനം എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഫാനം എന്ന് വിളിക്കുന്ന സെൽ ഓർഗനൽസിൻ്റെ ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫാനം എന്ന് പറയുന്ന വാക്യൂളിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ്, പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും മെജോറിറ്റി ആയിട്ട് കാണുന്ന വലിയ ഒരുപാട് ഏരിയ കവർ ചെയ്തിരിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് വാക്യൂൾ. ഈ വാക്യൂളിന് ഒരു സിംഗിൾ മെംബ്രെയിനാണുള്ളത്. ആ മെംബ്രെയിൻ്റെ പേര് പ്രത്യേകിച്ച് ടെക്സ്റ്റ് പറയുന്നുണ്ട്, ഓർമ്മിക്കുക. ദ സിംഗിൾ മെംബ്രെയിൻ ഇൻ വാക്യൂൾ ഈസ് കോൾഡ് ടോണോപ്ലാസ്റ്റ്. ഓർമ്മിക്കണേ, ടോണോപ്ലാസ്റ്റ്. മലയാളത്തിലും ആ പേര് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പേര് തന്നെ വിളിക്കുക. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് വാക്യൂൾ. ക്ലിയർ? ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ വലിയൊരു ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇത് സംഭരിക്കുന്ന സ്ഥലവും കൂടിയാണ്. സംഭരിക്കുന്നത് ലവണം സംഭരിക്കാം, ജലം സംഭരിക്കാം, ഒരു കോശത്തിനകത്തുള്ള വിസർജ്യ വസ്തുക്കൾ സംഭരിക്കാം. സോ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോർ സാൾട്ട്, വാട്ടർ ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ഫംഗ്ഷൻ ക്ലിയർ ആണോ? സ്റ്റോർ വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ വാക്യൂളിൻ്റെ ഫംഗ്ഷൻ. ക്ലിയർ? ഇനി അഞ്ചാമത്തെ സെൽ ഓർഗനലാണ് ഗോൾഗി കോംപ്ലക്സ്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെ ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ഗോൾഗി കോംപ്ലക്സ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഓർമ്മിക്കാം. അതായത് ഒരു സെൽ കോശസ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. കോശസ്രവങ്ങളായ രാസവസ്തുക്കൾ, ഹോർമോണുകൾ, അതുപോലെ തന്നെ ശ്ലേഷ്മരസങ്ങൾ, ഇതൊക്കെ ചെറു സ്ഥരസഞ്ചികളാക്കുക. ഓക്കെ, ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. കളക്ട് സെൽ സെക്രീഷൻസ് പറയുന്നത് ഗോൾഗി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷനാണ് കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് മ്യൂക്കസ് ഇൻ ടു സ്മോൾ വെസിക്കിൾസ്.
ഓക്കെ, ഫംഗ്ഷൻ ഒന്നും കൂടി പറയാം. കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് മ്യൂക്കസ് ഇൻ ടു സ്മോൾ വെസിക്കിൾസ്. ചെറിയ ചെറിയ സ്ഥലസഞ്ചികളാക്കി മാറ്റുക. ഇതാണ് ഇതിൻ്റെ ഗോൾഗി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അവസാനം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത കണം. ഓർമ്മിക്കണേ, ഹരിത കണം. ഒരു പ്ലാന്റ് സെല്ലിൽ ഒരുപാടുണ്ടാവും. ഞാൻ എല്ലാ സെൽ ഓർഗനിലും ജസ്റ്റ് ഓരോന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രോട്ടീസിന്തസ് നടക്കുന്ന റൈബോസോമും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയും ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റും ഒക്കെ ഒരുപാടുണ്ടാവും ഒരു സെല്ലിനകത്ത്. ഞാൻ ഒരു സെൽ ഓർഗനിൽ മാത്രം ക്ലോറോപ്ലാസ്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹരിത കണത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് എന്താണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ തന്നെ ഫോട്ടോ സിന്തസിസ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഒരു കോശാംഗമാണ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു പ്ലാന്റ് സെല്ലും സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും ആൻഡ് ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പഠിച്ചത് സെൽ തിയറിയാണ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് സെല്ലാണ്, ദെൻ ദ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്ത സയൻസിൻ്റെ പേര് ചോദിക്കാം. എന്താണ് സെൽ തിയറിയുടെ 2 കൺസെപ്റ്റ് ചോദിക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ എന്ന് ചോദിക്കാം. പിന്നെ വാട്ട് ആർ ദ പാർട്സ് ഓഫ് പ്ലാന്റ് സെൽ എന്ന് ചോദിക്കാം. പിന്നെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം എന്ന് ചോദിക്കാം. പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ്. ഇതിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ആ പിക്ചേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിക്ചേഴ്സ് കണ്ടാൽ ആ സെൽ ഓർഗനൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനും പറ്റണം. എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.